السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണമല്ലോ. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണമല്ലോ. നീ പണിയിച്ചു കൊടുക്കണമല്ലോ. ഒരു മജ്ലിസ് പോലും മുടക്കാത്തവർ, ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര്, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങളായി മാറിയവര്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഒരു നിലക്കും നീ പരാജയപ്പെടുത്തല്ലോ. ഒരു നിലക്കും നീ പരാജയപ്പെടുത്തല്ലോ. വിജയികളിൽ ബാഹുവേ ഞങ്ങളെയും അവരെയും നീ ചേർക്കണല്ലോ. ഞങ്ങളെയും അവരെയും നീ ചേർക്കണല്ലോ. ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണല്ലോ. അതിന് ഈ മജ്ലിസ് ഒരു കാരണമാക്കണല്ലോ. ഈ പ്രഭാത മജ്ലിസ് അതിനൊരു കാരണമാക്കണല്ലോ. അതിനൊരു സബബാക്കി നീ മാറ്റണല്ലോ. ബാഹുവേ ഈ മജ്ലിസിനോടുകൂടെ ഞങ്ങൾ നീ സ്വർഗത്തിലെത്തിക്കണല്ലോ. നീ സ്വർഗത്തിലെത്തിക്കണല്ലോ. നീ സ്വർഗത്തിലെത്തിക്കണല്ലോ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് എഴുതാൻ അറിയാത്തവർ മനസ്സിൽ മുറാദുകൾ മനസ്സിൽ കരുതിയവർ, നീറുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി ഈ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട്. ധാരാളം പ്രയാസങ്ങൾ, ധാരാളം ബുദ്ധിമുട്ടുകളും ധാരാളം ഇടങ്ങേറുകൾ. നിങ്ങളെ ഈ ഇടങ്ങേറുകളും ഈ മുസീബത്തുകളും മാറാൻ മജ്ലിസ് ഒരു കാരണമാണ്. നിങ്ങളെ മജ്ലിസ് ഒരു കാരണമാണ്. ആ മജ്ലിസിൽ ഇരുന്നോ, പങ്കെടുത്തോ, നിങ്ങളുടെ സകല പ്രയാസങ്ങൾക്കും ഇടങ്ങേറുകൾക്കും ഈ മജ്ലിസ് നിങ്ങൾക്ക് വലിയ രക്ഷയാണ്, വലിയ കാവലാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണല്ലോ. മജ്ലിസിനെ നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. നീ
കബൂലാക്കണമല്ലോ. എല്ലാ മജ്‌ലിസിലും നല്ല മജ്‌ലിസിലും ഇടുന്നതിനനുസരിച്ച് പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണമല്ലോ. റബീഉൽ അവ്വൽ മാസം 20ാമത്തെ പകലാണ്. 20ാമത്തെ പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദിയ മജ്‌ലിസിൽ ഈ പ്രഭാത സമയത്ത് പങ്കെടുക്കുന്നത്. അല്ലാഹു നീ സ്വീകരിക്കണം അല്ലാഹ്. 20ാമത്തെ റബീഉൽ അവ്വൽ 20ാമത്തെ ദിനം ഇനി വെറും 10 ദിനങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനി വെറും 10 ദിനങ്ങൾ. ഇന്നത്തെ ദിവസം കൂട്ടി 10 ദിനങ്ങൾ അല്ലെങ്കിൽ 9 ദിനങ്ങൾ. അല്ലാഹു നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ ചൊല്ലിയതായിട്ടുള്ള സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകള്, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, ദിക്റുകൾ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ തമ്പുരാനേ. നിങ്ങൾ ധാരാളം മൗലിദുകൾ ഓതി, ധാരാളം ബുർദകൾ ഞങ്ങൾ ചൊല്ലി, സ്വലാത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളാ ശരീഫിലേക്ക് നമ്മൾ ചൊല്ലി. അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ്. ഹബീബായ തങ്ങളെ മഹബ്ബത്ത് കൈവരിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ആശിഖ് റസൂലിൽ അല്ലാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. എങ്ങനെയാണ് ഒരാൾക്ക് ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് കൈവരിക്കാൻ കഴിയാം? എങ്ങനെ കഴിയാം? ദുനിയാവിലുള്ള ആലിമീങ്ങൾ മുഖേന അവർക്ക് മഹബ്ബത്ത് കൈവരിക്കാൻ കഴിയും. സാദാത്യങ്ങൾ മുഖേന അവർക്ക് മഹബ്ബത്ത് കൈവരിക്കാൻ കഴിയും. അവരൊക്കെ പരമ്പര എത്തുന്നത് ഹബീബായ തങ്ങളിലേക്കാണ്. ആലിമീങ്ങൾ എടുത്തു നോക്കിയാൽ അവരെ ഉസ്താദുമാർ അവരെ ചോര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോരയിലേക്ക് എത്തില്ല എങ്കിലും പക്ഷേ അവർ ഉസ്താദുമാരുടെ പരമ്പര സനദെടുത്ത് നോക്കിയാൽ, സിൽസിലെടുത്ത് നോക്കിയാൽ അത് ഹബീബായ തങ്ങളിലേക്കാണ് എത്തുന്നത്. അതുപോലെ സാദാത്യങ്ങളെല്ലാം കൊണ്ടും ഒരു സയ്യിദുൽ ആലിം കൂടി ആയി കഴിഞ്ഞാൽ അവർ വലിയ പവറാണ്. എൻ്റെ മഹിമ പറയല്ല, എൻ്റെ മഹിമ ഞാൻ പറയല്ല, ഞാൻ പറയാൻ പാടില്ല. കാരണം നിങ്ങൾ വിചാരിക്കും തങ്ങളെ മഹിമ അറിയാണ്. അല്ല, ഒരിക്കലുമല്ല. ഹബീബായ തങ്ങളിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് പവർ കൂടുമെന്ന് നിങ്ങളെ പവർ കൂടും. അവരിലൂടെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് കൈവരിക്കാൻ കഴിയും. അവർ പറയാണ് നിങ്ങളോട് സ്വലാത്ത് ചൊല്ലിക്കോ. ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ ഒരിക്കലും തട്ടിമാറ്റൂല. മുത്തുനബി ഒരിക്കലും അത് തട്ടിമാറ്റൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അത് സ്വീകരിക്കും. അവർ പറയാണ് ഇത്ര സ്വലാത്ത് ചൊല്ലിക്കോ, അല്ലെങ്കിൽ ഇത്ര മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുത്തോ, അല്ലെങ്കിൽ മൗലൂദിന്റെ സദസ്സിൽ നിങ്ങൾ പങ്കെടുത്തോ. നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും തട്ടിക്കളയരുത്. അതൊക്കെ നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ്. സാദാത്യങ്ങളോടുകൂടെ മൗലിദുകളുടെ സദസ്സിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിജയമാണ്. നിങ്ങളെ പ്രതിസന്ധികൾ അതോടുകൂടി നീങ്ങും. നിങ്ങളെ ബുദ്ധിമുട്ടുകൾ അതോടുകൂടി നീങ്ങും. നിങ്ങളെ ഇടങ്ങേറുകൾ അതോടുകൂടി നീങ്ങും. അതൊരു കാരണമാകും. ചില ആളുകൾ പറയാറുണ്ട് എത്രയോ കടണ്ടായിരുന്നു. അതൊക്കെ തങ്ങളെ ഒരു അത്ഭുതകരമായിട്ട് അതൊക്കെ വീടി. ചില ആളുകൾ പറയാറുണ്ട് വലിയ പ്രയാസമുണ്ടായിരുന്നു, ഇടങ്ങേറുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാം റാഹത്തായി. എപ്പോഴും നമ്മൾ പറയേണ്ടത് എന്തൊക്കെ റാഹത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ പറയണം. അൽഹംദുലില്ലാഹ്. കടത്തിന്റെ അങ്ങേയറ്റം കടത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരാൾ ചോദിക്കാൻ എന്തൊക്കെ വിശേഷം, എന്തൊക്കെ പറയാൻ? കടങ്ങൾ തീരുന്നില്ല. പറഞ്ഞില്ലേ, നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞില്ലേ, അതുപോലെ പോകട്ടെ. എല്ലാം നേരെ മറിച്ച് കടത്തിലും വലിയ ബുദ്ധിമുട്ടിലും ഇടങ്ങേറിൽ നിൽക്കുകയാണ്. ഒരാൾ ചോദിച്ചു എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്
എത്രയോ ഭാഗ്യവാനാണ്, ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. എന്നെക്കായും കടത്തിലും വലിയ ബുദ്ധിമുട്ടിലും ഇടങ്ങേറിലും നിൽക്കുന്ന ആളുകൾ ധാരാളം ആളുകളില്ലേ, എന്നെക്കായും പ്രയാസം അനുഭവിക്കുന്നവരില്ലേ. അവരിത് സംബന്ധിച്ചിടത്തോളം ഞാൻ അൽഹംദുലില്ലാഹ് എനിക്ക് റാഹത്താണ്, റാഹത്താണ്. ആ ഒരു മനസ്സുണ്ടാവണം എപ്പോഴും, ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അൽഹംദുലില്ലാഹ് എല്ലാം റാഹത്താണ്, എല്ലാം റാഹത്താണ്. അപ്പോൾ പറയും റാഹത്താവും. പിന്നെ അവൻ്റെ ജീവിതങ്ങൾ വച്ചടി കയറ്റായിരിക്കും. എല്ലാം കൊണ്ട് അല്ലാഹു റാഹത്താക്കി കൊടുക്കും, റാഹത്താക്കി കൊടുക്കും. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വിജയമാണ്, വിജയമാണ്. അല്ലാഹു അതിന്റെ ഭാഗ്യം നൽകട്ടെ. ഈ മജ്‌ലിസ് ഇതിനെല്ലാം ഒരു കാരണമാക്കി, ഒരു സബബാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. റബീഉൽ അവ്വൽ 20ാമത്തെ ദിനത്തിൽ ഈ പ്രഭാത സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടൽ അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ, നീ കബൂലാക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. 2-3 ദിവസങ്ങൾ ഇന്നലെ മജ്‌ലിസില്ല അല്ലേ, മിനിയാന്നുണ്ടായിരുന്നു, അതിന് മുമ്പ് 2 ദിവസം ഇല്ലായിരുന്നു. അങ്ങനെ ഓരോ പരിപാടികളാണ്. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞാൽ ഓരോ തിരക്കുകൾ കൂടും. കാരണം ഓരോ സ്ഥലത്ത് പരിപാടികളല്ലേ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിയൂല. പറഞ്ഞാൽ വിളിച്ചാൽ പോകണം. ഇവിടുത്തെ ആ പരിപാടിയും തുറക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരുപാട് സമയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കും, നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മജ്‌ലിസിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
آمين وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيما دبوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാൻ റഹീമീനായ തമ്പുരാനേ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം ജീവിതത്തിൽ ഖൈർ നൽകണം എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണം ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹുവേ നീ തീർത്ത് നൽകണം ജീവിത വിജയികളിൽ ചേർക്കണം ജീവിത വിജയികളിൽ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ട് ദിക്ർ ഏതാണ് ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ إله إلا الله لا 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 إله إلا الله أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്
അവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണമല്ലോ, നീ പ്രകാശിപ്പിക്കണമല്ലോ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണല്ലോ. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണമല്ലോ, നീ മർഹമത്ത് കൊടുക്കണമല്ലോ. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണല്ലോ, ഞങ്ങളും മൗത്താകുമല്ലോ. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ, ഖബറിൽ രക്ഷ നൽകണമല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണമല്ലോ, ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ് യാ ഖയ്യൂം, 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 യാ ഹയ്യ് യാ ഖയ്യൂം. റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണമല്ലോ, അല്ലാഹുവേ നീ ഖബൂലാക്കണമല്ലോ. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണമല്ലോ, ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. അതിന്റെ ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി വൽ ഇക്റാം
الإكرام على دين الإسلام يا ذا الجلال والإكرام 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 أمتنا على دين الإسلام الرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ നമ്മൾ സ്വലാത്തുകൾ ചൊല്ലാൻ പോവാണ് 3 സ്വലാത്തുകൾ നമ്മൾ ഇന്നും ദിനേന ചൊല്ലാറുള്ള സ്വലാത്തുൽ ഫാത്തിഹ പിന്നെ അതിന് നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സ്വലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم
അർഹമർ റഹീമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. അല്ലാഹുവേ മുത്തിനെ മനാമിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഏറ്റവും ഉദവി നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. ഈ സയ്യിദിയ മജ്ലിസിൽ നിന്ന് നടക്കുന്ന സ്വലാത്തിന്റെ ജലഞ്ചിലല്ലോ ഞങ്ങൾ ചേർന്നുവല്ലോ. നീ സ്വീകരിക്കണമല്ലോ. ദുനിയാവിലും ആഖിറത്തിലും ആ സ്വലാത്തുകളെ കൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണമല്ലോ. വിജയം നൽകണമല്ലോ. വിജയം നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വലാത്ത് എൻ്റെ മഹദിമാരെല്ലാം കൂടുതലായിട്ട് ചൊല്ലിയ സ്വലാത്താണ്. ധാരാളം ആളുകൾ ചൊല്ലി നേർച്ച വച്ച് ചൊല്ലിയാൽ വലിയ ഫലം കാണുന്ന സ്വലാത്താണ്. നമ്മൾ മജ്ലിസിൽ ഈ മജ്ലിസ് ഫുള്ള് റബീഉൽ അവ്വൽ ഫുള്ള് നമ്മൾ ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഈ മജ്ലിസിൽ നിന്ന് ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഒരു മുറാദും മനസ്സിൽ കരുതിക്കോളി. നടക്കും, തീർച്ചയായിട്ടും നടക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച സ്വലാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. മഹദിയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരളിന്റെ ഘട്ടമായ ജീവന്റെ തുടിപ്പായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വലാത്താണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് കൂടെ സ്വർഗ്ഗത്തിൽ കടക്കേണ്ട മഹദിമാരെ, എൻ്റെ മഹദിമാരെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ? മഹദിയുടെ കൂടെ സ്വർഗം വേണ്ടേ? ദുനിയാവിൽ ഗൈസിലാവേണ്ടേ? നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണ്ടേ? ചൊല്ലിക്കോ സ്വലാത്തുൽ ഫാത്തിമിയ്യ ചൊല്ലിക്കോ. اللهم صل على النور واهله 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 اللهم صل على النور واهله
അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ അല്ലാഹുവേ ഞങ്ങൾ ഇതാ ഇവിടെ ചൊല്ലി തീർത്തു. നീ സ്വീകരിക്കണം അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട അല്ലാഹ് ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ജീവിതത്തിലെ അടങ്ങുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ നെയ്യത്ത് വെച്ച ഞങ്ങൾ നേർച്ച ചെയ്ത കാര്യം നീ സാധിപ്പിച്ച് നൽകണം അല്ലാഹ്. ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കി തരണം അല്ലാഹ്. ഹാസിലാക്കി നൽകണം അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന മഹദിമാർക്ക് സഹോദരിമാർക്ക് നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. നീ ഭാഗ്യം കൊടുക്കണം അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് നീ ചേർക്കണം അല്ലാഹ്. ഈ റബീഉൽ അവ്വൽ മാസം ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ ഭാഗ്യം നൽകണം അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരൻ എപ്പോഴും തലകറക്കവും തലവേദനയുമാണ്. ഡോക്ടറെ കാണിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇടക്കിടക്ക് വരുന്നുണ്ട്. ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുടുംബം നോക്കുന്ന സഹോദരനാണ്. രോഗം ശിഫയാവാൻ തങ്ങളെ പ്രത്യേകമായി ദുആ ചെയ്യണേ. അല്ലാഹു ആ സഹോദരൻ്റെ ആ പ്രയാസം, ആ ഒരു തലവേദന രോഗം നീ ശിഫയാക്കി കൊടുക്കണമല്ലോ. നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. തങ്ങളെ മകളുടെയും മരുമകന്റെയും എല്ലാ കാര്യങ്ങളും ഖൈറിലാവാൻ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ചേർക്കാൻ തങ്ങളെ ദുആ ചെയ്യണേ. അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽ ചേർക്കണമല്ലോ. അല്ലാഹുവർക്ക് വിജയം കൊടുക്കണമല്ലോ. കടം കൊണ്ട് പ്രയാസത്തിലാണ് തങ്ങളെ. വീടാൻ വേണ്ടി ദുആ ചെയ്യണം. 12 വർഷമായി വാടക വീട്ടിലാണ്. വീടിന്റെ പണി എളുപ്പത്തിലാവാനും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണേ. എനിക്കും എൻ്റെ മക്കൾക്കും ഭർത്താവിനും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഒരു ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എളുപ്പത്തിലാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ എല്ലാ മുറാദിനെ നീ ഹാസിലാക്കി കൊടുക്കണം. അല്ലാഹ് മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും ചെയ്യാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണം. അല്ലാഹ് ഭർത്താവിൻ്റെ എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്കും എൻ്റെ മക്കൾക്കും ദുആ ചെയ്യുന്ന തങ്ങളെ ഈ പാതിരാ സമയത്തുള്ള ദുആ നീ സ്വീകരിക്കണമല്ലോ. നീ കബൂലാക്കണമല്ലോ. എൻ്റെ അസുഖങ്ങൾ ശിഫയാവാൻ, എൻ്റെ ക്യാൻസർ രോഗം മാറാനും, പല്ലുവേദന മാറാൻ, എൻ്റെ ഭർത്താവിൻ്റെ മുട്ടുവേദന മാറുവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ എല്ലാ രോഗങ്ങൾക്കും നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. കൈവേദനയും ശരീരത്തിൻ്റെ ചുട്ടുപൊള്ളലും മാറാൻ ശിഫയാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണമല്ലോ. എനിക്ക് കടയിൽ കച്ചവടം മോശമാണ് തങ്ങളെ. വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ വിജയം കൊടുക്കണമല്ലോ. ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റിന്റെ ഇസ്തിഗ്ഫാറിന്റെ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവരുടെ കടയിൽ കച്ചവടം നീ കൊടുക്കണമല്ലോ. അല്ലാഹുവേ നല്ല ബിസിനസ് കൊടുക്കണമല്ലോ. അഭിവൃദ്ധി കൊടുക്കണമല്ലോ. മരുമകന് രോഗം മാറാനും നല്ല ജോലി കിട്ടാനും ദുആ ചെയ്യണേ. അല്ലാഹുവേ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫ കൊടുക്കണമല്ലോ. അസ്സലാമു അലൈക്കും തങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും ഹസനാവാൻ ദുആ ചെയ്യണേ. ഉമ്മച്ചാടെ രോഗം ശിഫയാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ എല്ലാ ഹലാലായ മുറാദും നീ ഹസനാക്കി കൊടുക്കണമല്ലോ. അവരുടെ ഉമ്മയുടെ എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണമല്ലോ. മക്കള് സ്വാലിഹീങ്ങളാവാൻ
തങ്ങളെ പ്രത്യേകമായി ദുആ ചെയ്യണേ. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണമല്ലോ, നല്ല പൊന്നു മക്കളാക്കണമല്ലോ, വീടിനും നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്ക നല്ല നല്ല പൊന്നുമക്കളാക്കണമല്ലോ. ഇക്കയുടെ ഉമ്മച്ച മരിച്ചു പോയിട്ട് 10 വർഷമായി. നാളേക്ക് 10 വർഷം തികയുകയാണ്. നമ്മളിപ്പോ പ്രത്യേകമായി ദുആ ചെയ്യണേ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ആ പൊന്നുമ്മാടെ ഖബർ ജീവിതം നീ റാഹത്തിനാക്കണമല്ലോ, സ്വർഗ സന്തോഷപൂരിതമാക്കണമല്ലോ. തങ്ങളിപ്പോ മരിച്ചുപോയ ഉമ്മച്ച മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ അവരുടെ ഖബർ നീ റാഹത്തിനാക്കണമല്ലോ, സ്വർഗ സന്തോഷപൂരിതമാക്കണമല്ലോ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരുടെ ഖബറുകളിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണമല്ലോ. മക്കൾക്ക് അണ്ഡാശയത്തിന്റെയും ഗർഭാശയത്തിന്റെയും സിസ്റ്റു മാറാനും ഗർഭിണിയാവാനും ദുആ ചെയ്യണേ. റഹ്മുർ റഹീമീനായ അല്ലാഹുവേ, അല്ലാഹുവേ മക്കളെ നീ ഗർഭിണികളാക്കണമല്ലോ, നല്ല മക്കളെ നല്ല നല്ല സന്താനഭാഗ്യം കൊടുക്കണമല്ലോ, നല്ല സന്താനഭാഗ്യം കൊടുക്കണമല്ലോ. എല്ലാ രോഗവും ശിഫയാവാൻ ദുആ ചെയ്യണേ. രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ശിഫ കൊടുക്കണമല്ലോ. സ്ഥലം പെട്ടെന്ന് ആധാരമാകുവാനും വീണാവാനും ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മുറാദുൽ ഹസനാവാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ക്യാഷ് തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ. മോന് പോയിട്ട് ജോലിയൊന്നും ശരിയായിട്ടില്ല, ഞങ്ങളിപ്പോൾ വളരെ വിഷമത്തിലാണ്. ഹൈറായ ജോലി എത്രയും പെട്ടെന്ന് അടുത്ത് കിട്ടാൻ ദുആ ചെയ്യണേ. ഞങ്ങളിപ്പോൾ എൻ്റെ മരുമകന് ഗൾഫിൽ വെച്ച് പ്രഷർ അടിച്ചു കയറി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ICUയിലാണ് ഉള്ളത്. പെട്ടെന്ന് ശിഫയാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണമല്ലോ, നീ ആജിലായ കാമിലായ ശിഫ കൊടുക്കണമല്ലോ. ഭാര്യയുടെ ഉമ്മ, ഭർത്താവിൻ്റെ ഉമ്മ, ഉപ്പയും മരിച്ചു, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ ഖബറുടെ നീ റാഹത്തിലാക്കണമല്ലോ, സ്വർഗ സന്തോഷപൂരിതമാക്കണമല്ലോ. അസ്സലാമു അലൈക്കും. മോൾക്ക് മാത്സ് എന്ന വിഷയം വലിയ പാഠാണ്, മനസ്സിലാവാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹു വിജയം കൊടുക്കണമല്ലോ, ആ വിഷയത്തിൽ വിജയം കൊടുക്കണമല്ലോ, ആ വിഷയത്തിൽ നല്ല ഹിഫ്ള് കൊടുക്കണമല്ലോ, നല്ല അഖിൽ കൊടുക്കണമല്ലോ. എനിക്കും മക്കൾക്കും വീടാവാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് എൻ്റെ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ ദുആ ചെയ്യണേ. സ്വലാത്ത് ചലഞ്ചിൽ ഞങ്ങളുണ്ട്. അവിടെ വന്നപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി, മരുമകനും മക്കളെയും കുട്ടികളെയും കൊണ്ട് അവിടെ വന്നിരുന്നു. ഞങ്ങളിപ്പോ എനിക്കറിയാലോ ഈ മജ്‌ലിസിനെയും ഞങ്ങളെയൊക്കെ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു പൊന്നാര പൊന്നുമ്മയാണ്. അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണം, നീ ആഫിയത്ത് കൊടുക്കണം. അല്ലാഹ് ഫാത്തിമ സ്വലാത്ത് ഒരുപാട് ഓതി വിട്ടിട്ടുണ്ട്, ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. നിങ്ങളെ വീടാവാൻ ദുആ ചെയ്യണേ. മോൻ്റെ ജോലിയും വിവാഹം പെട്ടെന്ന് ഖൈറായി കിട്ടാൻ, സന്തോഷമുള്ള കുടുംബജീവിതം കിട്ടാൻ, എല്ലാം റാഹത്തായി കിട്ടാൻ ദുആ ചെയ്യണേ. ഭർത്താവിനും മക്കൾക്കും നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ അസുഖം മാറാൻ ദുആ ചെയ്യണേ. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാൻ ദുആ ചെയ്യണേ. കമൻറ്റ് വായിച്ചില്ല ഞങ്ങളിപ്പോൾ, എല്ലാ കമൻറ്റും വായിക്കാറുണ്ടല്ലോ, എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്. ചിലപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ വിട്ടുപോയതായിരിക്കും, മറഞ്ഞു പോയതായിരിക്കും. എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട്. കടത്തിലാണ് ഞങ്ങളെ ദുആ ചെയ്യണേ. എല്ലാ മുറാദുകളും ഹസ്ലാവാൻ ദുആ ചെയ്യണേ. ഉമ്മച്ച എന്ന് ഉമ്മച്ച എന്ന് ടൈപ്പ് ചെയ്ത് അത് മാറിപ്പോയി, പൊരുത്തപ്പെടണം. ഒന്നും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് അറിയുന്ന രീതിയിൽ ഞാനത് വായിച്ചു പോകും. കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ, ഉമ്മച്ച എന്നുള്ളതൊക്കെ മാറിപ്പോയാൽ നമുക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഒന്നും പ്രയാസമില്ല. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അറിയിക്കുക. മെസ്സേജുകൾ അറിയിക്കുക, വസിയത്തുകൾ അറിയിക്കുക. അല്ലാഹു എല്ലാം നീ സ്വീകരിക്കണം, അല്ലാഹ് എല്ലാം നീ കബൂലാക്കണം. എല്ലാതും വായിക്കാറുണ്ട്. പോയെങ്കിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുക. എങ്കിൽ അതിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് പുറത്തു തരണം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലതും വായിക്കാറുണ്ട്, കഴിയുന്നതും വായിക്കാറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മജ്‌ലിസിലേക്ക് ദുആ വസിയത്തുകൾ അറിയിക്കുന്നവർ, എഴുതാൻ അറിയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ, അല്ലാഹുവേ നീ സ്വീകരിക്കണം, അല്ലാഹ് നീ ഖബൂലാക്കണം, അല്ലാഹ് നീ ഖബൂലാക്കണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ.
آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ എന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്, അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ വലിയ പ്രയാസം
പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. ഈ നല്ല ഒരു ദിവസത്തിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് നീ തട്ടി മാറ്റല്ല. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ. ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല. നീ നൽകല്ല. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ. സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ. നീ അടുപ്പിച്ച് കൊടുക്കണേ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. സങ്കടം പറഞ്ഞവരുണ്ട്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ. നീ പ്രദാനം ചെയ്യണേ. അർഹമുർ റഹീമീനായ ഞങ്ങളെ നന്നാക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ല. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ല. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ല. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ല. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ല. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നീ ശിഫാ പ്രദാനം ചെയ്യണേ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട്. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ. ഞങ്ങളെ ശരീരത്തിൽ ഒരു രോഗവും നീ നൽകല്ല. നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല. നീ നൽകല്ല. നീ നൽകല്ല. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല. നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ. ഞങ്ങളെ ചേർക്കണേ. അർഹമുർ റഹീമീനായ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട്. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട്. സഹകരിക്കുന്ന പ്രവാസികളുണ്ട്. എന്റെ പ്രവാസികളെ നീ കൊയക്കല്ല. നീ തളർത്തല്ല. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട്. അവർക്ക് കൊടുക്കല്ല. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല
തങ്ങളെ ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദീപകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദീപകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الإيمان ومن شر الشيطان ومن ظلم السلطان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم. السلام عليكم ورحمة الله.